ഹലോ, നിങ്ങളുടെ സ്വന്തം ജേണക്കൾഫയിലാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെയുള്ള പരാതി ഉണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ അൺബോക്സിങ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഇതുപോലെ ഗ്രാൻഡ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല ഇതുപോലെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. ഇതുപോലെ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഡ്രസ്സായിരുന്നു. ബ്ലൂവിൽ വന്നിട്ട് നല്ല വൈറ്റ് എംബ്രോയ്ഡറി വരുന്നൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന ഈ ഒരു കാണുന്ന ചപ്പൽസാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബർത്ത്ഡേയുടെ അന്നല്ല എടുത്തു തന്നത്, അതിൻ്റെ പിറ്റേന്നാണ് എടുത്തു തന്നത്. ബട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു മോഡൽ ചെരുപ്പായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ തന്നു മാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ കുറച്ചകന്ന ഒരു തൊടുപുഴയിലുള്ള ഒരു ഫ്രണ്ട് എനിക്ക് തന്ന ഒരു മാലയാണ്. പിന്നെ ഇതും എന്ന് പറയുന്നത് അങ്ങനെ തന്നെ വരുന്നൊരു മാലയാണ്, ഐസിൻ്റെ മാലയാണ്. രണ്ട് മാലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന മാലയാണ് കേട്ടോ. കാരണം എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ആയതുകൊണ്ടോ ഒന്നും അറിയില്ല, ബട്ട് എനിക്ക് ഈ മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും പ്രതീക്ഷയില്ല എനിക്ക് ഇങ്ങനെയൊക്കെയുള്ളത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ബർത്ത്ഡേ എന്നാണെന്ന് അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 19 ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തന്നിട്ടുള്ള മറ്റൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു മാലയും അതേ മോഡൽ റിങ്ങും പിന്നെ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇയറിങ്സും കൂടെ വന്നിട്ടുള്ളൊരു ചെറിയൊരു കോംബോ ആയിട്ടുള്ളൊരു ഇതാണ് എനിക്ക് സെക്കൻഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം ഒന്നിച്ചാണ് കേട്ടോ. പിന്നെ ഈ റിങ്ങും എനിക്ക് ആ കൂട്ടത്തിൽ തന്നെ കിട്ടിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റാർ വന്നിട്ടുള്ളൊരു കുഞ്ഞി കമ്മലാണ്. അല്ലാതെ ഞാൻ വലിയ ഇയറിങ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. കഴിവതും കുഞ്ഞിത് ഞാൻ ഇടത്തുള്ളൂ. എനിക്ക് കുഞ്ഞിതാണ് ഏറ്റവും മാക്സ് എനിക്ക് എൻ്റെ ഒരു ധാരണയുണ്ട്. പിന്നെ കയ്യിലിടാൻ കുഞ്ഞ് ചെയിനും എനിക്ക് കിട്ടി കേട്ടോ. ചെയിൻ നല്ലൊരു സ്പ്രിങ് പോലത്തെ ഒരു സാധനം. സ്പ്രിങ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ആക്ച്വലി എൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ നമുക്ക് സാധാ കയ്യിലൊരു കോംബോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ഗ്രീൻ ആൻഡ് പിങ്ക് കോംബോ വരുന്ന ഒരു നല്ല ഒരു ബാംഗിൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഗിഫ്റ്റ് അന്ന് തന്നെ പൊട്ടിച്ചത് കൊണ്ടാണ് നിങ്ങൾ പൊട്ടിച്ച് കാണിക്കാത്തത്. അപ്പോൾ അത് സോറി. അപ്പോൾ ഞാൻ അല്ലാതെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദിസ് പെന്നാണ്. ഈ ഒരു പെന്നിന് ഒരു കഥയുണ്ട്. ഈ ഒരു കഥ എന്ന് പറയുമ്പം എന്താ പറയുക, ദിസ് ഈസ് മൈ ബ്രദേഴ്സ് ഗിഫ്റ്റാണ്, എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഇത് മോസ്റ്റ് സ്പെഷ്യലാണ്. ഈ ഇതിലെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി സ്പെഷ്യലായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ഈ ഒറ്റ പേനയാണെങ്കിൽ പോലും അവൻ വാങ്ങിച്ചു തന്നത് ഇതാണ്. അവൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണെന്നും കൂടെ ആണെങ്കിൽ പറയാം. ഈ ഗിഫ്റ്റിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. കാരണം അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ടാണ് എനിക്കത് തോന്നിയത് ഗൈസ്. അപ്പോൾ ഞാൻ ഫൈനലി നിങ്ങൾക്ക് എൻ്റെ ഗിഫ്റ്റ്സൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ താങ്ക് യു.